ഹലോ, ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ബീഫ് കറി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുകും ജീരകവും ഒക്കെ ഇട്ട് പിന്നെ 2 പച്ചമുളക് കൂടെ കീറിയിട്ടത്, പിന്നെ ഒരു വലിയ സവാളയും കൂടെ എടുക്കുക. ചെറിയുള്ളിയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. അതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഓപ്ഷണലാണ് കേട്ടോ, ഞാനിവിടെ തക്കാളി എടുത്തിട്ടില്ല. നന്നായി വഴറ്റി വന്ന ശേഷം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് മസാലയും കൂടെ നമ്മൾ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ എരിവിന് കുരുമുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ബീഫ് അതിലോട്ടിട്ട് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 7-8 വിസിൽ വന്നോട്ടെ. കുക്കറിൽ ആവി പോയ ശേഷം നമ്മളത് തുറന്ന് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ അതിൽ തന്നെ ഇടേണ്ടതാണ്. ഞാൻ സെപ്പറേറ്റഡായിട്ട് നന്നായി ഒന്ന് മുരിച്ചെടുത്ത് അതിലോട്ട് ചേർത്ത് ഇളക്കി വിടാം. നമ്മുടെ ബീഫ് കറി റെഡി.